ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ വഴിത്തിരിവ്. കൊലപാതക കുറ്റം ചുമത്തി പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത അബൂബക്കർ അല്ല യഥാർത്ഥ കൊലയാളി എന്ന സ്ഥിരീകരണം. കൊലപാതകത്തിന് പിന്നിൽ മുൻപ് അയൽവാസിയായി താമസിച്ചിരുന്ന മോഷ്ടാവും ഭാര്യയുമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് തമ്മിൽ മുമ്പിൽ അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അതിൽ അവർ ബ്രേക്ക് ഓപ്പൺ ചെയ്തു. അവർ സമ്മതം ഇല്ലായിരുന്നുകൊണ്ടാണ് ഇയാൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കയറിയെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ കൃത്യമായിട്ടുള്ള ഈ കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളത് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, എങ്ങനെയാണ് ഈ യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് ഇപ്പോൾ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് തോട്ടപ്പള്ളി ഒറ്റപ്പനയിലെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമീപവാസിയായിട്ടുള്ള അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പോലീസ് ആദ്യം പറഞ്ഞത് ഇയാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതായിരുന്നു. ഇതിലേക്ക് പോലീസിനെ നയിച്ചത് ഈ കൊലപാതകം ഈ സ്ത്രീ മരിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ഇയാളുടെ ടവർ ലൊക്കേഷൻ ഈ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്തു. മാത്രമല്ല ഈ സ്ത്രീയുടെ ഫോൺ കാണുവാനില്ലായിരുന്നു. അപ്പോൾ ഈ ഫോൺ താനാണ് നശിപ്പിച്ചതെന്നും മാത്രമല്ല കൊലപാതകം ചെയ്ത് താനാണെന്നുള്ള തരത്തിലേക്കുള്ള മൊഴിയാണ് ഇയാൾ നൽകിയത്. പക്ഷേ അപ്പോഴും ഈ മൊബൈൽ ഫോൺ കണ്ടെത്താത്തത് പോലീസിനെ വലിയ രീതിയിൽ വലിച്ചിരുന്നു. പിന്നീട് ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ കാണാതായ, അതായത് ഈ കൊല്ലപ്പെട്ട 60 വയസ്സുകാരിയുടെ മൊബൈൽ ഫോൺ വീണ്ടും ഓൺ ആകുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഒരു വലിയ വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിന് സമീപം താമസിച്ചിരുന്ന ഈ മോഷണക്കേസുകളൊക്കെ പ്രതിയായിട്ടുള്ള തൃക്കുന്നപ്പുഴ പാതിയങ്കര സ്വദേശി സൈനുൽ അബ്ദിനും അതുപോലെ തന്നെ ഭാര്യ അനീഷയുമാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് എത്തിയത്. പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണ്: രാത്രി ഇവർ ഈ അബൂബക്കർ പോയതിനു ശേഷമാണ് അവിടെ മോഷണത്തിനായി എത്തുന്നത്. അടുക്കള വാതിക്കൽ കുത്തി തുറന്ന് അവർ അകത്ത് കടന്നതോടെ തന്നെ ഇവരെ കണ്ട ഈ സ്ത്രീ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ ഈ അനീഷ ഇവരുടെ കൈകാലുകൾ പിടിച്ചു വെക്കുകയും തുടർന്ന് ഈ അനീഷയുടെ ഭർത്താവായിട്ടുള്ള സൈനുൽ അബ്ദീൻ ഇവരുടെ കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. മനീഷ് ഐഷ മാത്യു ആണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.